പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയുമായി സഹകരിച്ച് ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചിറയിൽ ജലശയനം 2026 സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയുമായി ചേർന്ന് ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി ജലശയനം 2026 സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ചിറയിൽ നടന്ന പരിപാടി MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോ ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഉള്ള മരണം അതൊരു മനസ്ഥൈര്യം ഉണ്ടായാൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ധാരണയാണ് എനിക്കുള്ളത്. ഒന്ന്, ഇല്ലാത്ത ആരോഗ്യവും ശക്തിയും ഉണ്ട് എന്ന് മനസ്സിനെ പഠിപ്പിച്ച് നീന്താൻ തുടങ്ങിയാൽ. നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, കൗൺസിലർ C ചന്ദ്രൻ മാസ്റ്റർ, പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, പ്രദീപ് കുമാർ K, സണ്ണി K തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഷറഫുദ്ദീൻ ജലസുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കൃത്യമായിട്ട് ശ്വാസം കഴിക്കാൻ പറ്റും. അയാൾ കൃത്യമായ അനുസരണയോടെ നമ്മുടെ കീഴിൽ വരും. അപ്പൊ രണ്ടാമത്തെ രക്ഷാപ്രതി രീതിയാണ് സർവൈവൽ ഫ്ലോട്ടിംഗ് എന്ന് പറയാം. ആ ഫ്ലോട്ടിങ്ങിന്റെ പല ടെക്നിക്കുകളുണ്ട്. അതിൽ സർവൈവൽ ഫ്ലോട്ടിംഗ് ആണ്. അയാൾക്ക് മസിൽ കയറി അയാൾ ഇങ്ങോട്ട് മാത്രം രക്ഷാപ്രവർത്തനം എന്ന രീതി, പുഷിംഗ്, റെസ്ക്യൂ, സ്ട്രോക്ക്